പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. 85-ാം സങ്കീർത്തനത്തിൽ 9-ാം തിരുലിഖിതം, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. 85-ാം സങ്കീർത്തനം 9-ാം തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. ഞാൻ ഓർക്കുന്നുണ്ട്, ചില കുടുംബങ്ങളിലെ വലിയ തകർച്ച. ആ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഒരു കാര്യം നേരെയാകുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല. എല്ലാം ഉണ്ടെങ്കിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട് ആകെ ഒരു വല്ലാത്ത അവസ്ഥ. ഒന്നും കൂട്ടിയാൽ കൂടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, കുടുംബത്തിൽ ഒരെണ്ണം തലപൊക്കി നേരെയായി വരുന്നില്ല. അന്വേഷിച്ച് വരുമ്പോൾ അവർ പറയണത് എങ്ങനെയാണ്? ചില അംഗങ്ങൾ, ഒരു കുടുംബാംഗത്തെക്കുറിച്ച് ഞാൻ കേട്ടത് എങ്ങനെയാണ്? ആ മകൻ 10-30 വയസ്സായി, 25-30 വയസ്സായി. ആ മകൻ പറയുകയാണ്, ഞാൻ ചത്താലും ഞാൻ പ്രാർത്ഥിക്കില്ല, ചത്താലും ഞാൻ ദൈവത്തെ വിളിക്കില്ല. കഠിനമായ ഒരു അന്ധകാരം ആ മകനെ പീഡിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കാലം നാം ദൈവത്തോട് മത്സരിക്കുന്നുവോ, എത്ര കാലം നമ്മുടെ മനസ്സ് ദൈവത്തോട് പ്രത്യേക തരത്തിലുള്ള ഒരു ശത്രുതയിൽ ഇരിക്കുന്നുവോ, അത്രയും കാലം നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ തായ്വേര് മുറിക്കപ്പെട്ട അവസ്ഥയുള്ള ഒരു വൃക്ഷം പോലെയായിരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതി, നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതി. കുതിഞരമ്പ് മുറിക്കപ്പെട്ട ഒരു കുതിരയെ പോലെ ആയിരിക്കും നമ്മുടെ ഓട്ടം. നാം ഓടും, പക്ഷേ നേടുകയില്ല. നാം നിലനിൽക്കും, പക്ഷേ അത് ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷമായിരിക്കും. എന്നാൽ 85-ാം സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്, കുടുംബങ്ങളിൽ മഹത്വം കുടികൊള്ളും. ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം വരും. കുട്ടികളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം വരും. ഇടവകകളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം വരും. അതിന് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്, വിശ്വാസമുള്ളവർ, കൃപയുള്ളവർ, ആർക്കാണോ ആത്മാവിൻ്റെ വലിയ അഭിഷേക ഉത്തേജനം ലഭിക്കുന്നത്, അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹൃദയപൂർവ്വം അവർക്ക് വേണ്ടി കൂടി ദൈവത്തിലേക്ക് തിരിയണം. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ ആത്മനാശത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടി കർത്താവിലേക്ക് തിരിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കണം. 85-ാം സങ്കീർത്തനം 9-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത്
കുടികൊള്ളും. 85-ാം സങ്കീർത്തനത്തിൽ 8-ാം വാക്യം, കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും, ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ വീട്ടുപേര് കാരിക്കാട്ട്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എരുമേലിയിൽ നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യം ശരിക്കും എൻ്റെ പപ്പായ്ക്ക് വേണ്ടിയാണ്. പപ്പായ്ക്ക് വരാൻ പറ്റിയില്ല. 2012 അഭിഷേകാഗ്നി കൺവെൻഷൻ കാഞ്ഞിരപ്പള്ളിയിൽ നടത്തുകയുണ്ടായി. കാഞ്ഞിരപ്പള്ളി വലിയൊരു അഭിഷേകത്തിന് കാഞ്ഞിരപ്പള്ളി അഭിഷേകത്തിന് കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കൺവെൻഷൻ നടന്നു. വട്ടാരച്ച ഫുള്ള് നിന്നൊരു കൺവെൻഷൻ ആയിരുന്നു കൺവെൻഷൻ. അതിനകത്ത് ഓക്കെ പറഞ്ഞു. അപ്പം എൻ്റെ പപ്പ ഒരു മിലിറ്ററിക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലും മിലിറ്ററിക്കാർക്ക് പള്ളിയും അങ്ങനെയുള്ളതിനോടല്ലല്ലോ താല്പര്യം കൊള്ളും. വെച്ചാൽ മനസ്സിലല്ലേ മൈൻഡാണ് അവരുടെ. അതായത് മിലിറ്ററി ആകുമ്പോൾ ഒരു ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ഫോർമേഷൻ ആകുമ്പോൾ ആ ഫോർമേഷൻ കടന്നു പോകുമ്പോൾ വേറൊരു ആറ്റിറ്റ്യൂഡ് വരാം, അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. അപ്പം പള്ളി കാര്യങ്ങളോടൊക്കെ കൂടുതലും പുള്ളിക്കാരൻ മനസ്സിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. ഒരു ഇതിലങ്ങ് ജീവിച്ചു പോകും, വെച്ചാൽ മൈൻഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പപ്പായ്ക്ക് നല്ലൊരു സ്വഭാവമാണ്, നന്നായിട്ട് മദ്യവയ്ക്കും. അത് ശരി. അത് വെച്ചാൽ അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം നല്ലതാണ് നല്ല രീതിയിലാണ്. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ അമ്മ അഭിഷേക് കൺവെൻഷൻ്റെ ഈ പ്രെയർ ഉണ്ടല്ലോ, മധ്യസ്ഥ പ്രാർത്ഥന, ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ അതിനകത്ത് പോയി പങ്കെടുത്തു. ധ്യാനം വരുന്നതിന് മുമ്പുള്ള ഒരു മാസം മുമ്പ് അവരൊരു അഭിഷേകാഗ്നി മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. അതായത് ഈ കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ നടക്കുന്നതിന് മുമ്പ് ആ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തും, ഒരു ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി. ചിലപ്പോൾ ഇവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി ആകുമ്പോൾ സാംസംഗിക ഒരു ഒരുക്ക ധ്യാനം നടത്തി ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനത്തെ ശുശ്രൂഷകളുണ്ട്, ഒരുക്ക ധ്യാനം, അതേപോലെ മധ്യസ്ഥ പ്രാർത്ഥന. അതിൽ പോയി ഈ മോൻ്റെ അമ്മച്ചി സംബന്ധിച്ച്. അപ്പോൾ ആ സമയത്ത് മുതൽ അമ്മ ആദ്യം പ്രാർത്ഥിച്ച് ഡാഡി ധ്യാനം കൂടണേ എന്നുള്ളതാണ്. ഡാഡിക്ക് കുറച്ച് വിശ്വാസമൊക്കെ കൂടണേ, പ്രാർത്ഥിക്കണേ എന്നൊക്കെയാണ്. പിന്നെ ഈ മദ്യപാനം മാറണത്. കാര്യം ഡാഡി ധ്യാനത്തിന് വരത്തില്ല, കട്ടായമാണ്. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഡാഡിയോട് പറഞ്ഞു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ചിലർ പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ എന്തെങ്കിലും അവരെ പ്രാർത്ഥിച്ച് കൊണ്ടുവരണം. അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു ടാർഗറ്റ്. പറഞ്ഞിട്ട് നടക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നടത്തണം. അമ്മ അങ്ങനെ കുറേ നാൾ ശരിക്കും ആ മധ്യസ്ഥ പ്രാർത്ഥന സമയത്തെല്ലാം ആഞ്ഞാഞ്ഞ് പ്രാർത്ഥിച്ചാൽ ധ്യാനത്തിന്റെ വിജയത്തിനും ഒപ്പം ഡാഡിയുടെ കാര്യത്തിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ആഞ്ഞാഞ്ഞ് ശരിക്കും അതെനിക്ക് ഇഷ്ടമായി. ആഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു നിന്നെ എനിക്ക് ഇഷ്ടമായി മോനെ. അങ്ങനെ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഡാഡി ആദ്യത്തെ ദിവസമല്ല 2ാമത്തെ ദിവസം കൺവെൻഷന് വന്നു. അങ്ങനെ അന്ന് അവിടെ വെച്ച് അമ്മ ശരിക്കും പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം കൂടി. അതിനുശേഷം എൻ്റെ ഡാഡിയുടെ മദ്യപാനം അവസാനിപ്പിച്ചു. ധീരോചിതമായ സാക്ഷിയാണ് സഹോദരങ്ങളെ. 27 വർഷമായിട്ടുണ്ടായിരുന്നു. ഡാഡി പട്ടാളത്തിൽ പോയത് 18-ാം വയസ്സില്ല. അപ്പൊ അന്ന് മുതൽ തുടങ്ങിയതാ. 27 വയസ്സായുള്ള മദ്യപാനം സഹോദരങ്ങളെ. ആ കുടുംബത്തിൽ ശരിക്കും അമ്മച്ചിയും മോനും കൂടെ പ്രാർത്ഥിച്ച് അപ്പച്ചി ധ്യാനത്തിന് വന്ന് 2ാം ദിവസം വന്ന് ആ ധ്യാനം കഴിഞ്ഞ് പിന്നെ ഇന്നേ വരെ ഇപ്പം കൺവെൻഷൻ കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞല്ലേ? 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞ് പിന്നെ ഇന്നേ വരെ അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല. കർത്താവ് അത്ഭുതം ചെയ്ത് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കസഭ നമ്മൾ ശരിക്കും എരിവോടെ അല്ല, മറ്റേ വാക്കാൻ ഞാഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് കറക്റ്റ്. അങ്ങനത്തെ ഒരു സംഭവം. ഞങ്ങളുടെ പിടിച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോണ്ടല്ലോ ഇളകാത്ത എല്ലാം അങ്ങോട്ട് ഇളകും. ഹല്ലേലൂയ. അത് അപ്പച്ചൻ നെഗറ്റീവ് ഉണ്ടായിട്ടല്ല. അതിപ്പോൾ അങ്ങനത്തെ പോകുന്ന അങ്ങനത്തെ ഒരു ചില സാഹചര്യങ്ങൾ ഫോർമേഷൻ കടന്നു പോകുമ്പോൾ വരുമ്പോൾ ഒരു സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ പ്രാർത്ഥിച്ച് ബേസിക്കലി എല്ലാവരും നല്ലവരാണ്. പക്ഷേ ഇങ്ങനത്തെ ചില സാഹചര്യം കടന്നു പോയി ചില പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിനെ പ്രാർത്ഥിച്ചിട്ട് അതിനങ്ങോട്ട് ഡെലിവർ ചെയ്തെടുക്കണം. പറഞ്ഞു ഹല്ലേലൂയ. ഈ ഏട്ടത്തോട്ട് മരത്തോട്ട് നന്നായിട്ട് മെയ് അനങ്ങി കൈ അടിച്ച പാട്ട് പാടി സന്തോഷത്തെ ആരാധിക്കാം. ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. സന്തോഷിച്ച് യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 85-ാം അധ്യായം അതിൽ 8ഉം 9ഉം തിരുലിഖിതങ്ങൾ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും,
അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ബുദ്ധിമുട്ടോ ഒരു തകർച്ചയോ ഒരു ക്ലേശമോ വരുമ്പോൾ നാം ദൈവ സന്നിധിയിൽ ഹൃദയം എളിമപ്പെടുത്തി ഹൃദയപൂർവം കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്നതല്ലേ ദൈവവചനം ആവശ്യപ്പെടുന്നത്. സങ്കീർത്തന പുസ്തകം 84 അധ്യായം 10-11 തിരുലിഖിതങ്ങൾ, അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്കണത്തിലെ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. അടുത്ത വാക്യം, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. അവിടുന്ന് നൽകുന്നവനാണ്. കൃപയും ബഹുമതിയും അവിടുന്ന് നൽകുന്നു. നമുക്ക് ഓരോ ആവശ്യങ്ങളിൽ ഓരോ സാഹചര്യങ്ങളിൽ എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു. കൃപയും ബഹുമതിയും അവിടുന്ന് നൽകുന്നു. അടുത്ത വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഒരു നന്മയും തന്നിലേക്ക് തിരിയുന്നവർക്ക് ദൈവം മുടക്കുകയില്ല. അടുത്ത വാക്യത്തിൽ പറഞ്ഞാണ്, പരമാർത്ഥ ഹൃദയത്തോടെ അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. പരമാർത്ഥതയോടെ അവിടുത്തെ തിരുമുമ്പിൽ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ കർത്താവിൻ്റെ ശ്രദ്ധ ആ മകന് വേണ്ടി, ആ മകൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി അവിടെ ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾ വിശ്വസിക്കണം. ഇടുക്കിയിൽ നിന്നൊരു മകൻ ഒരു ദിവസം ഒരു അനുഭവം പറഞ്ഞു. അവരുടെ കോമ്പൗണ്ടിൽ ഒച്ചിൻ്റെ ശല്യം, പലതരത്തിലുള്ള നടപടികൾ എടുത്തിട്ടും ആ കോമ്പൗണ്ടിൽ നിന്ന് ഒച്ചിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ആരെ സമീപിക്കുന്നതിന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി. അപ്പോൾ അവർക്ക് അഭിഷേകാഗ്നി വചനം കേൾക്കാനും ധ്യാനം കൂടാനും കർത്താവിലേക്ക് ഹൃദയപൂർവ്വം തിരിയാൻ ഒരു പ്രേരണ കർത്താവ് കൊടുത്തു. നോക്ക്, ഒരു നന്മയും നിഷേധിക്കാത്ത കർത്താവ് അവരുടെ കുഞ്ഞു കാര്യത്തിൽ പോലും ഇടപെട്ടു എന്നാണ് നാം കാണുന്നത്. എൻ്റെ പേര് ജെവിൻ. ഞാൻ ഇടുക്കി രൂപതയിലെ മുരുകുംതൊട്ടി ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം എൻ്റെ പപ്പയും മമ്മയും ഇവിടെ വന്ന് ഒരു മാസം താമസമുള്ള ധ്യാനം കൂടി. അപ്പോൾ വീട്ടിൽ ഞങ്ങളുടെ വീടിരിക്കുന്ന എൻ്റെ അടുത്ത് 12 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ എന്ത് കൃഷി ചെയ്താലും ഇത് ഭയങ്കര ഒച്ചിൻ്റെ ശല്യമാണ് അവിടെ. ഒരു പ്രത്യേക സൈസ് ഒരു ജീവി വന്നിട്ട് ഒച്ച് വന്നിട്ട് ഈ കൃഷി ചെയ്ത ഇലകളെല്ലാം അത് ഞെറക്കി അത് കളയും അല്ലേ, അത് കളയും. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ. ഒരു പച്ചക്കറിയോ ഒരു വാഴയോ ഒന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അപ്പോൾ അവരാണ് ഇവിടെ ധ്യാനിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് ശല്യം കൂടി ഒച്ച് വീടിനകത്ത് വരെ കയറി വരാൻ നമുക്ക്, അതായത് വീടിൻ്റെ അകത്തുകൂടെ പണ്ട് തവള പെരുകിയതുപോലെ ഇനി വീട്ടിൽ കൂടെ എല്ലാം കയറി വരാൻ തുടങ്ങി ഒച്ച്. നമുക്ക് അറപ്പ് വരും അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ. അപ്പം അങ്ങനെ പപ്പ മമ്മി ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ കൗൺസിലിങ്ങിന് പോയപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പിന്നെ സാംസണച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടുന്ന് വെഞ്ചിരിച്ച മണ്ണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അതിരിന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അതിര് മുഴുവൻ ഇടാൻ അച്ഛനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് പപ്പയും മമ്മി അന്ന് രാത്രി തന്നെ സ്ഥലത്തിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ മണ്ണ് മൊത്തം ഇട്ടു. പിറ്റേ ദിവസം തൊട്ട് ഇപ്പം സ്ഥലം മുഴുവൻ കിളച്ച് മറിച്ച് നോക്കിയാലും ഓരോ ഒച്ചിനെ പോലും കാണാനില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ പോയോ? അത് പിറ്റേ ദിവസം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കി. ഇവര് മണ്ണിട്ടിട്ട് പോകുന്നു. നോക്കാം, ഒരാഴ്ച കഴിഞ്ഞ് നോക്കും മണ്ണ് കിളച്ച് മറിച്ച് നോക്കിയാൽ പോലും. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവ് കരം തുറക്കും, തൻ കീഴിൽ നിന്നിടുമ്പോ ഉയർത്തിടും അവൻ നാമത്തിൽ സർവവിധ തിന്മകളും തകർത്തിടും അവൻ ശക്തിയാ. സർവവിധ
കരങ്ങളടിച്ച്. സത്യ തകർത്തിടുമവൻ സത്യ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹോസിയ പ്രവചനത്തിൽ 6-ാം അധ്യായം 3-ാം തിരുലിഖിതം വചനത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. ഇന്ന് ഓരോ ഞെരുക്കങ്ങൾ വരുമ്പം, ഓരോ ബുദ്ധിമുട്ട് വരുമ്പം കർത്താവിലേക്ക് തിരിയുന്നതിന് പകരം നിരുത്സാഹവന്മാരായി മനസ്സ് മടുത്ത് ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദുഃഖമോ ഒരു വേദനയോ ഒരു സങ്കടമോ വന്നാൽ നാം തളരരുത്, നാം പ്രാർത്ഥനയെ ദുഷിക്കരുത്, നാം കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കണം. നാം മനസ്സ് മടുത്ത് പ്രാർത്ഥന നിർത്തി ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി ലോകപ്രകാരമുള്ള ഒരു പ്രത്യേക മന്ദതയിലേക്ക് നാം പോകരുത്. ഇത് കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു മകനാണോ, കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു മകളാണോ, കർത്താവ് നിശ്ചയമായും ആ വ്യക്തിയുടെ നിലവിളിക്ക്, ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക്, ആ വ്യക്തിയുടെ അപേക്ഷകൾക്ക് നിശ്ചയമായും കർത്താവ് ഇടപെടുമെന്ന് ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. ഹോസിയ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിനെ അറിയാൻ ഏകാഗ്രതയോടെ നമുക്ക് ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. വീണ്ടും ഹോസിയ പ്രവചനം അതിൽ 7-ാം അധ്യായം 14-ാം തിരുലിഖിതം, ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ഞാൻ എന്തിനെങ്ങനെ ജനിച്ചത്, അയ്യോ ഇത് എന്താ ഇത്, ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തുക, വീട്ടുകാരെ കുറ്റപ്പെടുത്തുക, അപ്പനെ കുറ്റപ്പെടുത്തുക, അമ്മയെ കുറ്റപ്പെടുത്തുക, ഒന്നിലും സന്തോഷമില്ലാതിരിക്കുക, ദുഷിക്കുക. ഇതല്ല മക്കളെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹൃദയപൂർവം തന്നെ വിളിച്ചപേക്ഷിക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, പാലക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നൊരു യുവാവ്, ആ യുവാവിൻ്റെ പ്രത്യേകത കൈ മുഴുവൻ വേർക്കുന്നതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കണത് എന്ത്, അവൻ്റെ അമ്മ പറഞ്ഞു, നമുക്ക് അട്ടപ്പാടി പോയി നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിക്കാം, ദൈവം നമ്മളെ സഹായിക്കും. ഉടനെ ആ ചെറുപ്പക്കാരൻ പറയാം, അതെ അങ്ങനെ അവിടെ പോയി കുരിശിന് വഴി നടത്തി അവിടെ പാൻറ്റെല്ലാം കീറിപ്പോകുന്നു, അവിടെ കുരിശിന് വഴി നടത്തി പാൻറ്റിന് ഓട്ടം വിടും, അതൊന്നും പറ്റില്ല. പക്ഷേ ആ അമ്മയുടെ വാക്ക് കേട്ട് ആ ചെറുപ്പക്കാരൻ ആ ഒരു പ്രാർത്ഥനയ്ക്ക് തയ്യാറായി. എൻ്റെ പേര് ആൻ്റണി തോമസ്. ഞാൻ പാലക്കയം സെൻറ്റ് മേരീസ് പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി പഠിച്ച കാലത്ത് എനിക്ക് എക്സാമിനോട് വളരെ പേടിയായിരുന്നു. എക്സാം എഴുതാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേന എടുക്കുന്നത് മുതൽ കൈ അങ്ങ് വിശർക്കാൻ തുടങ്ങും. എക്സാമിന് പോകുന്ന നേരത്തെ തൊട്ട് കൈ പേന എടുക്കുമ്പോൾ കൈ വേർത്തിട്ട് പേപ്പറൊക്കെ അങ്ങ് കുതിർന്ന് പിന്നെ ഒന്നും എഴുതാൻ പറ്റില്ല. പിന്നെ വേറെ പേപ്പർ ചോദിച്ച് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. കുറെ ടവലൊക്കെ ആയിട്ടായിരിക്കും അല്ലേ? എൻ്റെ എപ്പോഴും പൈസയിൽ ഒരു ടവല വെച്ചിട്ടുണ്ടോ, എപ്പോഴും ഇങ്ങനെ തുടച്ചായിരിക്കും ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ടവൽ ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ തുടച്ചിരിക്കും. ഭയങ്കര പേടിയായിരുന്നു. അപ്പം അങ്ങനെ 8:30 അഭിഷേകം പ്രോഗ്രാം കാണുമ്പോൾ അമ്മ പറയും, നീ സെഹിയോനിലൊന്ന് പോയി പ്രാർത്ഥിക്ക്, ബുക്കൊക്കെ ഒന്ന് വെഞ്ചരിച്ച്. അമ്മച്ചി പറഞ്ഞു, മോനെ നീ ടവലും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ കുരിശിന്റെ വഴിയൊക്കെ നടത്തിയെന്ന് വരാൻ പറഞ്ഞു. കുരിശിന്റെ വഴിയെ കല്ലെ കൂടെ ഒന്ന് മുട്ടുകുത്തി പോകണം മോനെ എന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയോട് പറയും, ആ വലിയ കല്ല് എങ്ങനെ ഞാൻ അതേ കൂടെ നടക്കും, പാൻറ്റിന് ഓട്ട വീഴുമെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യത്തെ 2 സെമസ്റ്റർ കഴിഞ്ഞു. 3-ാമത്തെ സെമസ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പേടി കാരണം ഒന്ന് ബുക്ക് പോലും തുറക്കാൻ മേല. അങ്ങനെ ഞാൻ വന്നു, ടൈലച്ചിന്റെ അടുത്ത് തല കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ കുരിശിന് വഴിയും ചെല്ലി. പാൻറ് പോയാ പോട്ടെ എന്ന് വിചാരിച്ചു. ബാഗിൽ തോളത്ത് ആ ബുക്കെല്ലാം തോളത്തിട്ട് തന്നെ ഞാൻ കുരിശിന് വഴി അങ്ങനെ എങ്ങനെയോ കയറി മുകളിലെത്തി. അങ്ങനെ എക്സാം വന്നു, റിസൾട്ട് വന്നു, നല്ല മാർക്കോടെ പാസ്സായി. പിന്നെ അടുത്തതായിട്ട് 6-ാമത്തെ സെമസ്റ്റർ ഭയങ്കര പേടിയായിരുന്നു. എന്താ ചെയ്യാന്നറിയില്ല. ഏറ്റവും തിയറീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന ആ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ കുരിശിന് വഴി നടത്തിയപ്പോഴത്തേനും ഞങ്ങളുടെ ഫ്രണ്ടിൽ തൊട്ട് ഒരു അച്ഛൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുരിശിന് വഴി കഴിഞ്ഞു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്റെ മുന്നിൽ ഞാൻ ഈശോ നിൽക്കുന്നത് കണ്ടായിരുന്നു, എനിക്ക് നിന്നോട് അപ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചേച്ചിയും തൊട്ടടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ താഴെ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ഓരോ സ്ഥലത്തെത്തുമ്പോൾ നിന്റെ തലയിൽ കൈ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ വിശ്വസിച്ചു. ഏതായാലും സിസ്റ്റം റിസൾട്ട് വന്നു. അങ്ങനെ എല്ലാം ഞാൻ ഡിഗ്രിക്ക് പാസ്സായി.
അപ്പോൾ നമുക്ക് അപ്പോൾ ഈശോ ഈ പ്രദേശത്തൂടെ എല്ലാം നടക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി കൈ വേർത്ത് പാട് ബുദ്ധിമുട്ടി കുരിശിൻ്റെ വഴിയിലൂടെ പാൻറ് കീറി വിചാരിച്ച് നടക്കുമ്പോൾ ഈശോ മുമ്പിൽ നിന്ന് ഓരോ സ്ഥലത്തും അനുഗ്രഹിച്ച് പോവുകയാണ്. നിന്റെ കൈ വേർപ്പ് എങ്ങനെയായി? കൈ വേർപ്പ് ഇപ്പോൾ ഒട്ടുമില്ല. ഹാലലൂയ. നോക്ക്, ആ കുരിശിൻ്റെ വഴി കൈ ഇപ്പം എറിഞ്ഞ് ടവല് മുഖം തുടയ്ക്കാൻ മാത്രം. ഹാലലൂയ. പക്ഷെ എന്നാൽ ഈ കുട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് ഇവനെ കണ്ടപ്പോൾ. നോക്കി, ഈശോ ഇവനെ അങ്ങ് സ്നേഹിച്ചിട്ട് മുമ്പിൽ നടന്ന് ഇവനെ ഓരോന്ന് തൊട്ട് അനുഗ്രഹിക്കാം. അതുകൊണ്ട് ഓരോ സെമസ്റ്ററിലും നല്ല മാർക്ക് കിട്ടി. ഇനി നാളെ പോകും, എവിടെ പോയാലും നീ ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിച്ചു പോവുക, ഈശോ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആ കൈ വേർക്കുന്ന രോഗം അല്ലെങ്കിൽ ആ ഒരു പീഡ എല്ലാം മാറി ഇപ്പോൾ ശരിക്കും പരീക്ഷ എഴുതാം, പേന പിടിക്കാം, അല്ലേ? പേനയൊക്കെ പിടിക്കാമല്ലോ. എല്ലാം നല്ല ക്ലിയർ ആക്കി ഈശോ അങ്ങ് അനുഗ്രഹിച്ചു, തൊട്ടനുഗ്രഹിച്ചു. ഹല്ലേലൂയ. 84-ാം സങ്കീർത്തനം 3-ാം തിരുലിഖിതം. എൻ്റെ ദൈവവും എൻ്റെ രാജാവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. നമ്മുടെ ഹൃദയം കർത്താവിങ്കൽ ആശ്രയിക്കാൻ സാധിക്കുന്നൊരു ഹൃദയമായി കിട്ടിയാൽ മക്കളെ ഒരു മഹാഭാഗ്യമായി ജീവിതത്തിൽ നമ്മളതിനെ കരുതണം. അങ്ങനെ അനുഗ്രഹം കിട്ടിയവർ പറയുന്നത് ഇങ്ങനെയാണ്. 84-ാം സങ്കീർത്തനം 2-ാം വാക്യം. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. 84-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ. അങ്ങനെയുള്ളവരുടെ ഹൃദയം ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തെ വിളിക്കാൻ അഭിവാഞ്ചിക്കുകയാണ്, വാഞ്ചിച്ച് തളരുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു വിമുഖത, ഒരു താല്പര്യമില്ലായ്മ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോന്നപ്പോൾ പ്രാർത്ഥനാ കാര്യങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവ് ഹൃദയത്തിൻ്റെ മന്ദത കഴുകിക്കളയുകയാണ്. ഹൃദയം അടഞ്ഞുപോയ ഓരോ ജീവിതങ്ങളിലേക്കും, ഓരോ ആത്മാവിലേക്കും കർത്താവ് ഈ രാത്രി ഹെർമോനിൽ മഞ്ഞ് പെയ്യുന്നത് പോലെ ഇപ്പോൾ ഒരു കൃപ ചൊരിഞ്ഞ് വീണ്ടും പുതുനാമ്പുകളെ മുളപ്പിക്കുന്ന സമയമാണിത്. മക്കളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. 84-ാം സങ്കീർത്തനം 12-ാം തിരുലിഖിതം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കാൻ ഒരു കൃപ കിട്ടിയാൽ അവൻ എത്ര ഭാഗ്യവാൻ. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഓർക്കുകയാണ്, ഞാൻ ചത്താലും ദൈവത്തെ വിളിക്കില്ല. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനത്തെ ആ ഒരു വലിയ നാശകരമായ ഗർത്തത്തിലേക്ക് നിബന്ധിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ സമയം 2 കരങ്ങൾ ഉയർത്താം. ലോക സ്വാധീനങ്ങളിൽ നിന്ന് കഴുകി മനസ്സിനെ പ്രാർത്ഥനയിൽ നിന്ന് കെട്ടിയിട്ടിരിക്കുന്ന ഓരോ തരത്തിലുള്ള തിന്മയുടെ കെട്ടുകളും അഴിഞ്ഞ് കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് പുതുജീവൻ പ്രാപിച്ച് കർത്താവിൽ ആനന്ദിക്കുന്നൊരു ഹൃദയമായി നമ്മുടെ ഹൃദയവും മനസ്സും രൂപാന്തരപ്പെടട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ആരാധിക്കുന്നു. ഓ മഹത്വത്തിന്റെ കർത്താവേ, അങ്ങയുടെ അങ്കണത്തിലെത്താൻ വാഞ്ചിക്കുന്ന ഒരു ഹൃദയം തരണമേ. കുരുകിൽ പക്ഷിയുടെ സങ്കേതവും മീവൽ പക്ഷിയുടെ കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. ഒരു വലിയൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. മാംസളമായ ഹൃദയം തരണമേ. അങ്ങയുടെ അനുഭവമുള്ള ഹൃദയം തരണമേ. അങ്ങയെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം തരണമേ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തിന്മകളും മന്ദതയും മരവിപ്പും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവേ, ഈ ദൈവമക്കളുടെ ഓരോരുത്തരെയും കുടുംബങ്ങളിൽ നിന്ന്, ഇവരെ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് ഇവരെ തടസ്സപ്പെടുന്ന വിരസത, മന്ദത, മരവിപ്പ്, താല്പര്യമില്ലായ്മ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 85-ാം സങ്കീർത്തനത്തിൽ 9-ാം തിരുലിഖിതം. നമ്മുടെ ദേശത്ത് മഹത്വം കുടികൊള്ളും, അതിന് നാം കർത്താവിങ്കിലേക്ക് ഹൃദയപൂർവം തിരിയണം.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ലക്ഷോപലക്ഷം മക്കൾ ഏക മനസ്സോടെ ഹൃദയം നുറുങ്ങി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവവചനം പഠിപ്പിക്കുന്നു, തന്നിലേക്ക് ഹൃദയപൂർവം തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് അവിടുന്ന് സമാധാനം അരുളുന്നു. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. ഇപ്പോൾ ഹൃദയപൂർവ്വം എളിമപ്പെട്ട് ലക്ഷോപലക്ഷം മക്കൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം വലിയ അത്ഭുതങ്ങളുടെ സമയമാണ്. രണ്ട് കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. വലിയ അത്ഭുതങ്ങൾ ഈ സമയം കർത്താവ് ചൊരിയുന്നു. അനേക രോഗികളെ രോഗക്കിടക്കയിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. അനേകം തകർന്ന കുടുംബങ്ങളിലെ കർത്താവ് പുനരുദ്ധരിക്കുന്നു. കടബാധിതരുടെ കോട്ടകളെ കർത്താവ് തകർക്കുന്നു, വിടുതൽ നൽകുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും കൈകൾ ഉയർത്തി കർത്താവിനെ വിളിക്കുക. ഈ സമയം കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. ഇതാ കർത്താവിന്റെ ശരീരത്തിന് ശക്തി വ്യാപരിച്ച് നിരവധി വ്യക്തികളുടെ മേലുള്ള അന്ധകാര ആധിപത്യങ്ങൾ തകരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അത്ഭുത ശക്തിയാൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ തിന്മയും തിന്മയുടെ ആധിപത്യങ്ങളും ഇപ്പോൾ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമായി വാഴുന്ന എന്നേശു രാജാവേ. യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു